നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ മാർച്ചിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് പത്രക്കട്ടിങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി കറണ്ട് അഫയേഴ്സ് നോക്കാം. അപ്പോൾ അടുത്തത് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ലോകപാൽ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റു. ആരാണ്? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. ഓക്കെ, ലോകപാലിൻ്റെ പുതിയ അധ്യക്ഷനാരാടെ ഉറപ്പായാലും ചോദിച്ചിരിക്കും. നിങ്ങൾ LGS തൊട്ട് ഡിഗ്രി ലെവൽ എക്സാംസ് വരെയുള്ള ആ ഒരു പാർട്ടിൽ ഉറപ്പായാലും ഈ ക്വസ്റ്റ്യൻ ഈ വരാൻ പോകുന്ന എക്സാമുകൾക്ക് ഉറപ്പായിട്ടുള്ള ഒരു 1 മാർക്കാണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ലോക്പാൽ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റു. ലോക്പാൽ അധ്യക്ഷനായിട്ട് സുപ്രീം കോടതി മുൻ ജഡ്ജി AM ഖാൻവിൽക്കറാണ് ചുമതലയേറ്റത്. 2 വർഷത്തോളം ഈ ഒരു തസ്തിക എത്ര വർഷത്തോളം ഒഴിഞ്ഞു കിടന്നടെ? 2 വർഷത്തോളം ഒഴിഞ്ഞു കിടന്ന തസ്തികയാണ് നമ്മുടെ ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധികാരമേറ്റതോടെ മാറിയത്. ഓക്കെ, ഇനി രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഓക്കെ, രാഷ്ട്രപതി ദ്രൗപദി മുർമു നമ്മുടെ ജസ്റ്റിസ് AM ഖാൻവിൽക്കറിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇദ്ദേഹം 66 വയസ്സുണ്ട്. നമ്മുടെ കർണാടക ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഋതുരാജ് അശ്വതി, ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ലിംഗപ്പ നാരായണ സ്വാമി, അലഹബാദ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസായ സഞ്ജയ് യാദവ്, ഇവരെല്ലാം ലോകപാലിലെ ജുഡീഷ്യൽ അംഗങ്ങളായിട്ട് നിയമിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ അംഗങ്ങളൊക്കെ സ്റ്റേറ്റ്മെൻ്റൊക്കെ ഇപ്പോൾ റാങ്ക് മേക്കിംഗ് ലെവലിലേക്ക് നിങ്ങൾ ലോക്പാലിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ അംഗങ്ങളുടെ പേര് വെച്ചിട്ടായിരിക്കാം ചോദിക്കാൻ, ഇതിൽ അംഗമല്ലാത്തതാര് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഇതിൻ്റെ ലോക്പാലിൻ്റെ ജുഡീഷ്യൽ അംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയാണ്? നമ്മുടെ കർണാടക ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഋതുരാജ് അശ്വതി, ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ലിംഗപ്പ നാരായണ സ്വാമി, അലഹബാദ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജയ് യാദവ് എന്നിവരെയാണ് ഇതിലെ ജുഡീഷ്യൽ അംഗങ്ങളായിട്ട് നിയമിച്ചത്. പേര് നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത പേര് ആരാണ്? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. ഓക്കെ, അടുത്തത് ഓസ്കാർ. ഓക്കെ, ഓസ്കാർ അവാർഡും പ്രഖ്യാപിച്ചതെന്നാണ് മാർച്ചിലാണ്. ഓസ്കാറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അന്ന് ഞാൻ പറഞ്ഞിരുന്നു 7 ഓസ്കാർ ലഭിച്ചത് ആർക്കൊക്കെയാണ്? 7 പുരസ്കാരങ്ങൾ ലഭിച്ച് ഓസ്കാറിൻ്റെ രാജാവായിട്ട് മാറിയ ആളാരാണ്? ഓപ്പൺഹൈമർ എന്ന മൂവിയാണ് അല്ലേ. അതായത് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്തു. അതിൽ ക്രിസ്റ്റഫർ നോളനാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച ചിത്രം ഓപ്പൺഹൈമറാണ്. മികച്ച നടൻ കിലിയൻ മർഫി. അതുപോലെ തന്നെ നമ്മുടെ ഓസ്കാറിൽ ഓപ്പൺഹൈമറിന് ലഭിച്ച മറ്റൊരു പുരസ്കാരമാണ്. ജെന്നിഫർ ലെയ്ൻ എഡിറ്റിങ്ങിന് ഓപ്പൺഹൈമറിന് ലഭിച്ച പുരസ്കാരമാണ്. മികച്ച സഹനടൻ റോബർട്ട് ബ്രൗണി ജൂനിയർ, നമ്മുടെ അയൺമാൻ എന്നറിയപ്പെട്ടത് അല്ലെങ്കിൽ അയൺമാനായിട്ട് അഭിനയിച്ച ആളാണ് അല്ലേ റോബർട്ട് ബ്രൗണി ജൂനിയർ. പിന്നെ ഡവൈൻ ജോയ് റണ്ടോൾഫ് സഹനടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ തന്നെ ജൊനാഥൻ ഗ്ലേസർ, ആർക്കാണ്? അന്താരാഷ്ട്ര ചിത്രം സംവിധായകൻ, ദ സൺ ഓഫ് ഇൻട്രസ്റ്റ് UK, ദ സൺ ഓഫ് ഇൻട്രസ്റ്റ്. ആദ്യമായിട്ടാണ് ഈ ഒരു അന്താരാഷ്ട്ര ചിത്രം എന്ന പേരിലൊരു പുരസ്കാരം നൽകുന്നത്. അന്താരാഷ്ട്ര ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അന്താരാഷ്ട്ര ചിത്രമായ ഇതാണ് ജൊനാഥൻ ഗ്ലേസറിനാണ്. സംവിധായകൻ ദ സൺ ഓഫ് ഇൻട്രസ്റ്റ് UKയുടെ. ഏറ്റവും മികച്ച ഗായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? ബില്ലി ഇലിഷ്. ഓക്കെ, ബില്ലി ഇലീഷിനാണ് മികച്ച ഗായിക. വാട്ട് വാസ് എ മെയ്ഡ് ഫോർ ബാർബി. ഓക്കെ, വാട്ട് വാസ് എ മെയ്ഡ് ഫോർ ബാർബി എന്ന ഗാനത്തിന് ബില്ലി ഇലീഷിനാണ് മികച്ച ഗായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി ലൂദ്വിഗ് ഗൊരാൻസണ് പശ്ചാത്തല സംഗീതത്തിന്. ലൂദ്വിഗ് ഗൊരാൻസൺ. ഓക്കെ, ഗൊരാൻസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു പശ്ചാത്തല സംഗീതമാണെന്ന് ഓർത്തു വയ്ക്കുക. ഗൊരാൻസൺ. ഓക്കെ, ലൂദ്വിഗ് ഗൊരാൻസണ് പശ്ചാത്തല സംഗീതത്തിനാണ് ലഭിച്ചത്. എഡിറ്റിങ്ങിന് ലഭിച്ച ആർക്കാണ്? ഓപ്പൺഹൈമർ. വീണ്ടും ഓപ്പൺഹൈമർ വന്നിട്ടുണ്ട്. ജെന്നിഫർ ലെയ്ൻ. ഹോയ്തെ വാൻ ഹോയ്മ. ഓക്കെ, ഛായാഗ്രഹണത്തിന് ഹോയ്തെ വാൻ ഹോയ്മയ്ക്കാണ് ഓപ്പൺഹൈമർ. വീണ്ടും ഓപ്പൺഹൈമർ തന്നെയാണ്. ഓപ്പൺഹൈമറിന് ഏതൊക്കെ പുരസ്കാരങ്ങൾ നൽകിയെന്ന് ഓർത്ത് വയ്ക്കുക. ഓസ്കാറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ക്ലാസ് നമ്മുടെ സഹകാരിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്.
അത് ഒന്ന് പോയി കാണാം. ഓക്കെ, ഹയാഓ മിയാസാക്കിക്കാണ് അനിമേറ്റഡ് ചിത്രത്തിന് ലഭിച്ചത്. ഓക്കെ, സംവിധായകൻ ദ ബോയ് ആൻഡ് ദ ഹെറോൺ. ഓക്കെ, അനിമേറ്റഡ് ചിത്രത്തിന് ആരാണ്? ഹയാഓ മിയാസാക്കിയാണ്. ദ ബോയ് ആൻഡ് ദ ഹെറോൺ, ഒരു പക്ഷിയെ പറ്റിയുള്ള, ഒരു കുട്ടിയെ പറ്റിയുള്ള കഥയെ പറ്റിയോ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദ ബോയ് ആൻഡ് ദ ഹെറോയ്ക്ക് ഹയാഓ മിയാസാക്കിക്ക് ഓസ്കാർ ലഭിച്ചു. അതേപോലെ തന്നെ അനാട്ടമി ഓഫ് എ ഫോൾ, തിരക്കഥ അനാട്ടമി ഓഫ് എ ഫോളിന് ആർത്തർ ഹരാസ്റ്റി ജസ്റ്റിൻ ട്രീറ്റിന് ലഭിച്ചു. അടുത്തത് അവലംബിത തിരക്കഥയ്ക്ക് ലഭിച്ചത് കോഡ് ജെഫേഴ്സനാണ്. അവലംബിത തിരക്കഥയ്ക്ക് ലഭിച്ചത് ആരാണ്? കോഡ് ജെഫേഴ്സൺ. അടുത്തത് പാരീസിൽ രണ്ടാം തവണയിലും പാരീസ് ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യന്മാരായത് ആരാണ്? സാത്വിക് ചിരാഗ് സഖ്യമാണ്. ഓക്കെ, രണ്ടാം തവണയും പാരീസ് ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യന്മാരായത് ആരൊക്കെയാണ്? സാത്വിക്കും ചിരാഗും. അതായത് ചൈനീസ് തായ്പേയിയുടെ ലിയാങ് ജോഡിയെ, ചൈനീസ് തായ്പേയിയുടെ ലിയാങ് ജോഡിയെ നേരിട്ടുള്ള സെറ്റുകളിൽ പരാജയപ്പെടുത്തിയാണ് ആര്? സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം പാരീസ് ഓപ്പൺ ബാഡ്മിൻ്റൺ. ഓക്കെ, സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. ഓർക്കാൻ എളുപ്പത്തിന് സാത്വിക് ചിരാഗ് സഖ്യം എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഏഷ്യൻ ചാമ്പ്യന്മാരായിട്ടാണ് നമ്മുടെ സാത്വികും ചിരാഗും അറിയപ്പെടുന്നത്. ഈ വർഷം തന്നെ മലേഷ്യ സൂപ്പർ 1000ലും രണ്ടാമത്തത് നമ്മുടെ ഇന്ത്യ സൂപ്പർ 750ലും ഒക്കെ രണ്ടാമതെത്തിയ ആൾക്കാരാണ് ആരൊക്കെ? സാത്വിക് ചിരാഗ് സഖ്യം. അപ്പോൾ പാരീസ് ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം തവണയും ചാമ്പ്യന്മാരായത് ആരാണ്? സാത്വിക് ചിരാഗ് സഖ്യമാണ്. അവർ ഏഷ്യൻ ചാമ്പ്യന്മാരെന്നാണ് അറിയപ്പെടുന്നത്. അവരെന്തൊക്കെയാണ്? മലേഷ്യ സൂപ്പർ 1000ഉം ഇന്ത്യ സൂപ്പർ 750 എന്നിവയിൽ രണ്ടാമത് എത്തിയിരുന്നു. ഓക്കെ, ഇനി ഡ്രൈവർ ഇല്ലാ ടാക്സികൾ വരാൻ പോകുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ, ഡ്രൈവർ ഇല്ലാത്ത ടാക്സികൾ നിരത്തിലേക്ക് ഇറങ്ങുന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള റോഡുകളിൽ സർവീസ്, അതായത് ഡ്രൈവർ ഇല്ലാത്തത് പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന വാഹനങ്ങളായിരിക്കും ഇത്. എന്നാൽ ഓട്ടോമാറ്റിക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ദുബായിലൊക്കെ ഓൾറെഡി ഉള്ളതാണ് അല്ലേ? ഓട്ടോമാറ്റിക്കായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും പൂർണ്ണമായും സുരക്ഷിതമാണ് ഇതെന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 5-6 ആളുകൾക്ക് ഒരേ സമയം എത്ര ആളുകൾക്കാണ് ഈ ഒരു ആളില്ലാ ടാക്സി അല്ലെങ്കിൽ ഡ്രൈവർ ഇല്ലാ ടാക്സിയിൽ സഞ്ചരിക്കാൻ കഴിയുക? ഏകദേശം ഒരു 6 പേർക്കൊക്കെ സഞ്ചരിക്കാൻ പറ്റും. ഇനി ഈ കാറുകൾ എത്തുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാന്ദ്ര കുർള റെയിൽവേ സ്റ്റേഷനുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടായിരിക്കും. ഓക്കെ, എന്താണ്? ബാന്ദ്ര കുർള റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ചിട്ടാണ് ഈ ഒരു ആളില്ലാ കാറുകൾ ഉണ്ടാകുക. ഏകദേശം 38 സ്ഥലങ്ങളിൽ സ്റ്റോപ്പും ഉണ്ടാവും. ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് കേട്ടോ ഈ സർക്കാർ മേൽനോട്ടത്തിൽ ഈ ഒരു ടാക്സികൾ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഡിപ്പോ ഒരു 5000 കിലോമീറ്ററിലായിരിക്കും സ്ഥാപിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രൈവറില്ലാ ടാക്സികൾ വരാൻ പോകുന്നത് നമ്മുടെ മുംബൈയിലാണ്. ഏറ്റവും സുരക്ഷിതമായിട്ട് ഉള്ള ഒരു സംവിധാനം തന്നെയായിരിക്കും ഉണ്ടാവുക. പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. 5-6 ആളുകൾക്ക് വരെ ഈ ഒരു ടാക്സിയിൽ സഞ്ചരിക്കാനാവും. ബാന്ദ്ര കുർള റെയിൽവേ സ്റ്റേഷനുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു ടാക്സികൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അടുത്തത് ഹരിയാന. BJP സഖ്യം തകർന്നു അല്ലേ? BJP JJP എന്ന പാർട്ടിയുമായിട്ട് അല്ലേ? JJP എന്ന പാർട്ടിയുമായിട്ട് സഖ്യത്തിലായിരുന്നു ഹരിയാന മന്ത്രിസഭ ഉണ്ടാക്കിയതും ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് പറ്റും? BJP JJP സഖ്യം തകരുകയും നമ്മുടെ മനോഹർ ലാൽ ഖട്ടർ രാജിവെച്ചു. ഓക്കെ, ഇപ്പം പുതിയ മുഖ്യമന്ത്രി ആരാണ്? സെയ്നി. ഓക്കെ, ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് നമ്മുടെ BJP JJP സഖ്യം തകർന്നത്. ഓക്കെ, മനോഹർ ലാൽ ഖട്ടർ ആയിരുന്നു നമ്മുടെ ഹരിയാനയുടെ മുഖ്യമന്ത്രി. അദ്ദേഹം രാജിവെച്ചു. പിന്നെ അപ്പോൾ ആരാണിപ്പോൾ പ്രധാനമന്ത്രി ആയത്? BJP സംസ്ഥാന അധ്യക്ഷനും OBC നേതാവുമായ നയാബ് സിംഗ് സെയ്നി. ഓക്കെ, OBC ആയിട്ടുള്ളൊരു മുഖ്യമന്ത്രിയാണ് വന്നിരിക്കുന്നത്, നയാബ് സിംഗ് സെയ്നി. ഓക്കെ, ആരാണ്? BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ BJPയും JJPയും തമ്മിലുള്ള
സഖ്യം തകർന്നെങ്കിലും BJPക്ക് അധികാരം പോയോ? ഇല്ല അല്ലേ, അധികാരം പോയിട്ടില്ല. ആർക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് JJPയെ മാറ്റി നിർത്തിയിട്ട് അവിടെയുള്ള പിന്നോക്ക വിഭാഗങ്ങളെ അതുപോലെ തന്നെ നമ്മുടെ സ്വതന്ത്രരുടെയൊക്കെ സപ്പോർട്ട് വഴിയാണ് നമ്മുടെ BJP വീണ്ടും അധികാരം നിലനിർത്തിയിരിക്കുന്നത്. പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ഒരുപാട് സ്വാധീനമുള്ള ഒരു ആളാണ് ആര്? ഈ സെയ്നി. ഓക്കെ, പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ് നവാബ് സിംഗ് സെയ്നി. ഓക്കെ, ഒരു OBC വിഭാഗത്തിൽപ്പെട്ട മുഖ്യമന്ത്രിയാണ് നവാബ് സിംഗ് സെയ്നി. ഓക്കെ, അപ്പോൾ JJPയെ ഒഴിവാക്കി 7 സ്വതന്ത്രരും ഒരു LHP അംഗത്തിൻ്റെയും പിന്തുണയോടെയാണ് BJP ഈ ഒരു 4 അംഗങ്ങളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ ആ ഒരു സ്ഥാനമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായാലും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആരാണ് പുതിയ ഹരിയാന മുഖ്യമന്ത്രി? ആരാണ് അത്? നമ്മുടെ നവാബ് സിംഗ് സെയ്നി. ഓക്കെ, ആരാണ്? നവാബ് സിംഗ് സെയ്നിയാണ് ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി. ആരാണ്? നവാബ് സിംഗ് സെയ്നി. രാജിവെച്ച ആളാരാണ്? അത് മനോഹർ ലാൽ ഖട്ടർ. അടുത്തത് ഗൂഗിളുമായിട്ട് കൈകോർത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓക്കെ, ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വ്യാജ വാർത്തകൾ തടയാനായിട്ട് ഗൂഗിളുമായിട്ട് കൈകോർത്തിരിക്കുന്ന ആരാണ്? നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതായത് നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായി രൂപപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ, അടയാളങ്ങൾ, അതുപോലെ തന്നെ ആധികാരികമായ വിവരങ്ങൾ. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഗൂഗിളുമായി കൈകോർക്കുക എന്ന് പറഞ്ഞാൽ? തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആധികാരികമായ വിവരങ്ങൾ മാത്രമേ പങ്കുവെക്കാവുള്ളൂ. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി രൂപപ്പെടുത്തിയ ഇൻഫോർമേഷൻസ് ആണെങ്കിലും എന്താണെങ്കിലും ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ജനങ്ങളിലേക്ക് എത്തിക്കാവൂ എന്നുള്ളതാണ് ആ ഒരു ഉടമ്പടി. ഇനി അതുപോലെ തന്നെ ഈ ഓരോ ഇൻഫർമേഷനും, ഗൂഗിൾ നടത്തുന്ന ഓരോ ഇൻഫർമേഷൻസും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും ഗൂഗിളുമായിട്ടുള്ള ഉടമ്പടിയിൽ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത നമ്മളുടെ ക്ലാസ്സിൽ നമുക്ക് മാർച്ചിലുള്ള ബാക്കിയുള്ള ഇൻഫർമേഷൻസ് കാണാം. ബൈ.